Hey guys, welcome back to Motorholic 390. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുഞ്ചുവിൻ്റെ അങ്ങളുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഹെഡിങ് ടു അമൃത്സർ. ഓക്കെ, ഓൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതാണ് അങ്ങളെ താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ കുഞ്ചു പോവാ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി എടുക്കുകയാണ് ഗൈസ്. താങ്ക് യു. അതെ ഓക്കെ, അപ്പോൾ ആൻറ്റി മുകളിലേക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഓൾ സെറ്റ്. ഇതൊരു ഫുൾ ഫ്ലാറ്റുകളുള്ള ഏരിയ കേട്ടോ, ഫുൾ മൊത്തം ഫ്ലാറ്റാണ്. നമ്മുടെ ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസം. ഇവരുടെ വർഷങ്ങളായിട്ട് സെറ്റ് ചെയ്തോ. അങ്കിൾ ഒരു പ്രൊഫഷണൽ ഷെഫാണ്. അതുപോലെ തന്നെ ആൻറ്റിക്ക് ഇവിടെ ഷോപ്പും ഗോൾഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശരി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഇറങ്ങി ഗൈസ്. ഓക്കെ, ഇവിടെ മൊത്തം മലയാളീസ് ഞാൻ കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരും മലയാളീസാ. ഇവിടുന്ന് ലെഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമൃത്സറിലേക്ക് ഹെഡ് ചെയ്യാനാണ്. പക്ഷെ അമൃത്സർ മൊത്തം എത്തുമെന്ന് അറിയില്ല. അബൌട്ട് മൈ ഗോഡ്, ഹെവി ഗട്ടർ. അബൌട്ട് ഒരു 500 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് തോന്നുന്നു. 490 or 510 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഗൈസ്. സോ നമ്മൾ ഇന്ന് അമൃത്സർ എത്തില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ നൈസ് സ്പെഷ്യലായിരിക്കും. ഇന്ന് ഞങ്ങൾ കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ചെറിയ കുക്കിംഗ് റിലേറ്റഡ് ചെറിയ എന്തെങ്കിലും ഇപ്പി പ്ലസ് സോസേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ ഒരു വൈബ് പിടിക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും, എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളോട്ട് കിടക്കാം. നിങ്ങളൊക്കെ കാണുന്ന ഒരു മല ഉണ്ടോ ഗൈസ്? അത് മലയല്ല കേട്ടാ, വേസ്റ്റ് കൂമ്പാരാണത്. ഇവിടെ നിന്ന് കണ്ടാടാ, വേസ്റ്റ് കൂമ്പാരം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൂമ്പാരം. ഇവിടെ നിന്ന് നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല ഗൈസ്. ഡൽഹിയുടെ മറ്റൊരു മുഖമാണ് ഇത്. ഓക്കെ, ദൈവമേ, മുംബൈയൊക്കെ നോക്കിയാൽ അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഫാർ ബെറ്റർ കേട്ടോ. ഡൽഹി പക്ഷെ നോക്കിയേ ഈ കേസിൽ വളരെ മോശമാണ് ഗൈസ്. നോക്കി നിങ്ങൾ റൈറ്റ് സൈഡ് മൊത്തം നമ്മളോട് മറ്റേ മൂന്നാർ മലനിരകൾ കാണുന്ന പോലെയാണ് മല കാണുന്നത്. ഫുള്ള് വേസ്റ്റ് മല. മണം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അയ്യോ ആ മൂടാന്ന്. ദേവിയേ, ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ താമസിക്കണ്? സംസാരിക്കുമ്പോൾ ഒരു ശ്വാസം എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, പറ്റണില്ല ഗൈസ്. നോക്കി നിങ്ങളൊരു എൻ്റെ ദൈവമേ, ഇവിടെ അങ്ങോട്ട് തുടങ്ങോട്ടോ, അങ്ങ് അറ്റം വരെ മലയാ. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച് റൈറ്റാ, ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഇത് വേറെന്ത് സാധനമാ. നോക്കുമ്പോൾ അടുത്തെത്തുമ്പോഴെല്ലാം മനുഷ്യരാണ്. നിങ്ങൾ നോക്കി ഇഷ്ടാ എൻ്റെ മുന്നിടാവേ. ഒട്ടാ മണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, മരിച്ചു നമ്മളിത് ശ്വസിച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ മണം കഴിച്ച്. ലെഫ്റ്റിലൊക്കെ നോക്കിയാൽ ഫുള്ള് വേസ്റ്റ്. ഇവിടെ വേണം പോവാ കഴിച്ച്. ഡൽഹി വൃത്തിയുടെ കേസിൽ കുറച്ച് ഷോക്കാണ് ഡൽഹി. ഞാൻ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും വൃത്തികേടായിട്ടുള്ളൊരു സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഈസിലി പറയും ഗൈസ്, ഡൽഹി. നമ്മളപ്പോൾ അത് ഡൽഹിയുടെ സിറ്റി എല്ലാം വിട്ട് കഴിഞ്ഞ് നമ്മളിത് ഹരിയാനയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഹരിയാന ഇവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളും ആ ഒരു വൈബാണ് കേട്ടോ. രണ്ട് സൈഡ് കണ്ടോ, ഫുള്ള് കൃഷിയാ. എന്നിട്ട് ഞാൻ എന്തായാലും നമുക്കൊരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കാം ഗൈസ്. പമ്പിലാണെങ്കിൽ പമ്പിൽ, അല്ലെങ്കിൽ പമ്പിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ നൈസായിട്ടുള്ളത് കൊണ്ട് നൈസായിട്ട് നമ്മൾ മാഗിയും ഒക്കെ പടയ്ക്കാം. ആ ഒരു മൂടാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അതുകൊണ്ട് പമ്പിൻ്റെ ഉള്ളിൽ എന്തായാലും ടെൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല. ബിക്കോസ് കുക്ക് ചെയ്യേണ്ട നമ്മൾ കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പമ്പിൻ്റെ ഉള്ളിൽ അവർ സമ്മതിക്കില്ല. സോ പമ്പിൻ്റെ നിയർ ബൈ ആയിട്ടോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ട് നോക്കിയിട്ട് നമുക്കിന്ന് ടെൻ്റ് അടിക്കണം. അങ്ങനെ നമ്മൾ ഹരിയാനയിലൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായി ഗൈസ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓയിൽ HP പമ്പ് വരുന്നുണ്ട്.
അതിൻ്റെ നടുക്കിലായിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നൊന്ന് പമ്പുകാരോടൊന്ന് ചോദിക്കണം. സേഫ് ആണോ എങ്ങനെയാണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അവരുടെ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഓക്കെ ഓക്കേ. ടെൻറ്റിൻ്റെ ഉള്ളിൽ ചൂട്ടത്ത് അടിക്കാന്ന് പറഞ്ഞ ടാസ്ക് കേട്ടോ. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പുഴുകും. ടെൻറ്റിക്കാണെങ്കിൽ കാറ്റധികം കിടക്കില്ലല്ലോ. സീനാ. പക്ഷെ ടെൻറ്റിൽ ഉറങ്ങാൻ വേറെ മൂടാണ് കേട്ടോ. അതൊരു വേറെ ഫീലാണ് ഗൈസ്. നമ്മൾ ചെറിയൊരു സാധനത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുമ്പോൾ അതൊരു രസമല്ലേ. നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ്, നമ്മുടെ ചെറിയൊരു സ്പേസ്, അതിലിങ്ങനെ കിടക്കുമ്പോൾ അതൊരു ഒരു മൂടല്ലേ. എനിക്കിഷ്ടമുണ്ടോ അങ്ങനെ കിടക്കാൻ. ബട്ട് നമ്മൾ റൂമിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് റൂം എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സുഖം കിട്ടാറില്ല. അത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് എനിക്ക്, ഭയങ്കര കൺജസ്റ്റഡ് ആകുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ പമ്പ്, HP ആണ് ഇന്ത്യൻ ഓയിൽ. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് അടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് പമ്പുകാരോടൊന്ന് ചോദിക്കാമല്ലോ ആദ്യം, സേഫ് ആണോ അല്ലേന്നൊക്കെ. എന്തിലപ്പം ചോദിക്കുക. भाई इधर से सेफ है ना टेंट स्लीप? इधर से टेंट स्लीप सेफ है ना? स्लीपिंग होटल नहीं टेंट इधर जो मालिक है, ओनर, हाँ वो कम हाँ बाद में पता चलेगा. ओके, नो प्रॉब्लम है, सेफ है. अभी नो प्रॉब्लम. ഓക്കെ താങ്ക് യു. എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഓണറുടെ പേര് മാലിക് എന്നാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോന്ന് പറഞ്ഞത് മൂപ്പര്, മനസ്സിലായില്ലൊന്നും. എന്തായാലും നമ്മൾ പറഞ്ഞത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കുക എന്നുള്ളത്. എവിടെ അടിക്കണ്ടേ? അതിലടിക്കണ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. कोई देखो എൻ്റെ പൊന്നടോ. കുക്കിംഗ് ഓയിൽ തപ്പി കിട്ടിയത് മസ്റ്റാർഡ് ഓയിലാണ് ഗൈസ്. ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇപ്പോൾ നമ്മളിത് ഈ ഒരു സ്പേസിൽ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇവിടെ ഒരു പോർഷൻ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മൊത്തം 100-ലേ പോകുള്ളൂ. ചവിട്ടി പിടിച്ച് പോകണം കാറ് മൊത്തം. പിന്നെ അതുപോലത്തെ റോഡാണ് കേട്ടോ. നീണ്ടത് ഇവിടെ നിന്ന് കിടക്കല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ അടിക്കാമെന്നാണ് വിചാരിക്കണത്. ഓക്കെ, ഇവിടെ ഒന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ആ കല്ലും കട്ടൊക്കെ ഒന്ന് നൈസായിട്ട് ക്ലിയർ ചെയ്തിട്ടേ ആ ഒരു പോർഷൻ വണ്ടിയോട് ചേർന്നിട്ട് ആ ഒരു പോർഷനിൽ അടിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാഴ്ചകളോട് കിടക്കാം നമുക്ക്.
നമ്മൾ ഈ ടെൻ്റൊക്കെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി പുറത്തുണ്ട്. ഓക്കെ, ബാക്കി ഇനി കുക്ക് ചെയ്യാൻ സെറ്റപ്പ് നോക്കാം. അതുവരെയ്ക്കും ഒന്ന് ഫ്രഷായിട്ട് സെറ്റായിട്ട് വരാം. ഓക്കെ, നമ്മളിത് ടെൻ്റൊക്കെ അടിച്ചു. രാത്രി ഫുഡുള്ള സെറ്റപ്പ് നോക്കുകയാണ് കേട്ടോ ഗൈസ്. ലൈറ്റൊക്കെ പോയി. ഗോപ്രോയിൽ ഇത് എന്തോരം വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതേ കുഞ്ചപ്പനോട്ട് ഇരുന്ന് മാഗിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൗവ് ബും അയ്യോ പോയി. ഷൂ ഗൈസ്, പണിപാളി. സെക്കൻഡ് 16 Pro മാഗിയിൽ വീണു ഗൈസ്. പണിപ്പാളോ. ഇതാണ് നമ്മുടെ സ്റ്റൗവ് ഗൈസ്. ഓക്കെ, മാഗിയുടെ മസാല ഉണ്ട് സ്ക്രീനിൽ. ഇതാണ് നമ്മുടെ സ്റ്റൗവ്. മാഗി മസാല കിട്ടിയിട്ടുണ്ട്. സ്റ്റൗവ് വേറെ മൂടാണ് കേട്ടോ. ജാതി ഫാസ്റ്റ് കുക്കിംഗ് ആണ് സ്റ്റൗവ്. കുറച്ചും വെള്ളം വയ്ക്കണം കണ്ടല്ലേ. ഇതാണ് നമ്മുടെ ഗ്യാസ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് കുഞ്ചിപ്പോൾ കാണിച്ചു തരും ഗൈസ്. ഒന്ന് മടക്കുക. ഇതിനോട് ഒരു ലോക്കുണ്ട്. ലോക്കിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഈസി ലോക്ക്ഡ്. ചന്ദനത്തിലൊന്ന് കാലും മൂത്തിയതാ കൊതുകുതിരി. അതാണ് ആ സൗണ്ട് കേട്ടെ. അല്ലാണ്ട് വേറെ ശരീരമൊന്നുമല്ല കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ കത്തിച്ച് കഴിഞ്ഞാൽ ബൂന്ന് പറഞ്ഞ് കത്തും. നിവർത്തേക്ക് ആ നിവർത്ത്. നിവർത്ത്. നമ്മുടെ മാഗി കൈകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, തൽക്കാലം കത്തി വെച്ചേക്ക്. സ്പൂൺ എടുക്കണമെങ്കിൽ ടാസ്ക് ഉണ്ട്. ഞാൻ കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. അതായിരിക്കും അതിൻ്റെ ഒരു രീതി. ബിക്കോസ് ഫോണിൽ ചാർജ് ഇല്ല, പവർ ബാങ്കും ലോ ആണ് ഗൈസ്. സോ ഇത് റെഡി ആയിട്ട് കാണാം. ഇതേ കുഞ്ചു. നമ്മൾ മാഗി കഴിഞ്ഞിട്ട് അടുത്ത സാധനം സോസേജ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ സോസേജ്. ഓക്കെ, ഈ ചിക്കൻ സോസേജ് മാഗിയാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാഗിയും സോസേജും റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, സാധനം അടിപൊളിയാണ്. വിശപ്പുള്ളതിനെ കൊടുക്കുന്ന ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് അധികം കാണിക്കാനില്ല. അതെനിക്ക് വലിയ താല്പര്യമില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ കിടക്കും. ബാക്കി നാളെ മോർണിംഗ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇന്നലെ റോഡ് സൈഡിൽ നിന്ന് പമ്പിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. റോഡ് സൈഡിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നു. റോഡ് സൈഡിൽ കിടക്കണ്ട എന്തെങ്കിലും മദ്യപിച്ചിട്ട് കാര്യത്തിൽ വണ്ടികളൊക്കെ വന്ന് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പമ്പിൻ്റെ ഓണറൊക്കെ വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങളിത് പമ്പിലേക്ക് വന്നു. ഇതായിരിക്കും നമ്മുടെ വണ്ടി. ഇവിടെ സേഫാണ്.
ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ടെൻ്റ് ക്ലിയർ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുളിച്ചിടൊന്നുമില്ല കേട്ടോ, വെള്ളത്തിന് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ മുടിയൊക്കെ കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ മുടിയില്ല ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിന്ന് ഹെഡ് ചെയ്യാൻ പോകുന്നത് ലുധിയാന, 100-250 കിലോമീറ്ററിൻ്റെ അവിടെ നിന്ന്. ഓക്കെ, ലുധിയാനയിൽ നമ്മൾ നാളെ അമൃത്സറിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള കാഴ്ചകളും അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കട്ടെ ബാക്കി. അപ്പോൾ ഈ ബ്രോയായിട്ട് പമ്പിലത്തെ സ്റ്റേയും കാര്യങ്ങൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്തിടുന്നു. കുറേ ലോക്കൽസൊക്കെ ഇവിടെ നിന്ന് വണ്ടി നിർത്തും, കേരള ഗാഡി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പുള്ളിക്കാരെ വന്നവരോട് സംസാരിക്കും, അങ്ങനത്തെ ഒരു മൂട് നടന്നു. പുള്ളിക്കാരി ഇന്നലെ എന്നോട് പറഞ്ഞതാ വണ്ടി ഇത് എനിക്ക് ഓടിക്കാൻ തരുമോന്നൊക്കെ. സംഭവം ഇതൊരു സൂപ്പർ ബൈക്കൊന്നുമല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചിലവരുടെ ജീവിതമാണ് ചിലവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചിലവരുടെ ആഗ്രഹങ്ങൾ ഗൈസ്. സംഭവം ഹിമാലയ അത്ര വലിയ ബൈക്കൊന്നുമല്ല, പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. എൻ്റെ അടുത്താണെങ്കിൽ വന്നിട്ട് ഇതിന് കുറേ നേരമായി ചോദിക്കണം, ഇതിൻ്റെ ഗിയർ നോർമൽ ഗിയറാണോ, RX100 പോലെയാണോ, ബുള്ളറ്റ് പോലെയാണോ. ഇത് നമ്മൾ പണ്ടും ചോദിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ചേട്ടന്മാരെ അടുത്ത് പോയിട്ട് ചേട്ടൻ ഇതിൻ്റെ ഗിയറൊക്കെ ആക്സിലേറ്ററൊക്കെ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ആ ഒരു സാധനം എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു മച്ചാനൊന്നും ഇതിൻ്റെ ഉള്ളൊന്ന് ഓടിച്ച് നോക്കിയോ, ഗിയറൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ ഇപ്പോൾ മച്ചാനൊന്ന് ഓടിച്ചിട്ട് 1-2 റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. ആൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. പറഞ്ഞു നൈസായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോകുന്നോളം പറഞ്ഞത്. പക്ഷെ ആൾ ദൂരത്തേക്കൊന്നും പോയില്ല കേട്ടോ, ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് അടിച്ചിട്ട് ആൾ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഗൈസ് അല്ലേ. പുള്ളിക്കാരൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തന്നു യെസ്റ്റർഡേ നൈറ്റ്. സോ ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരൻ്റെ ഹാപ്പിനെസ് ഇത്രേ ഉള്ളൂ. അത് നമുക്കൊരു ഹാപ്പിനെസ് ഈസി. അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ് ഗൂയിസ്. അപ്പം നമ്മൾ ഇന്ന് ഹെഡ് ചെയ്യാൻ പോകുന്നത് ലുധിയാന, ദെൻ അമൃത്സർ. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ. അടുത്ത വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും. എല്ലാ വീഡിയോസും നമ്മളുടെ 1 ഡേ ഗ്യാപ്പ് ഇട്ട് എല്ലാ വീഡിയോസും വരും കേട്ടോ. അതായത് ഇപ്പോൾ ഇന്ന് എത്രാം തീയതി ചെയ്യോ എന്നെ ഐഡിയ, ഇന്നൊരു വീഡിയോ തന്നെ ഉണ്ട്, മുംബൈ ടു ധാരാവി എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ. അതേപോലെ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ അമീർ ഖാൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ. ആ വീഡിയോയിൽ തന്നെ ഒരു കിഡിലൻ GMC ഉണ്ട്, പിന്നെ ഒരു ഹമ്മറും ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഇന്ന് വരും. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ.